ഇറാൻ US സംഘർഷ സാധ്യത മിഡിൽ ഈസ്റ്റിനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. വെല്ലുവിളികൾ നിറഞ്ഞ പരസ്യ പ്രഖ്യാപനങ്ങൾ വഴിവെക്കുന്നത് യുദ്ധസമാന അന്തരീക്ഷത്തിലേക്കാണ്. ഇപ്പോൾ ഇതാ വീണ്ടും പ്രകോപനപരമായ നടപടികളുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. തൊട്ടു പിന്നാലെ തന്നെ അമേരിക്കയും മറ്റ് നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. US-ന്റെ മുന്നറിയിപ്പും ആക്രമണ ഭീഷണിയും നിലനിൽക്കെ ശക്തി പ്രകടനവുമായി ഇറാൻ രംഗത്തെത്തി. ഇറാന്റെ തെക്കൻ തീരങ്ങളിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഡ്രോണുകളും മിസൈൽ ലോഞ്ചറുകളും അടക്കമുള്ള യുദ്ധ ഉപകരണങ്ങൾ നിരത്തി സൈനിക അഭ്യാസ പ്രകടനം നടത്തിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കരയിൽ നിന്ന് കടലിലേക്ക് തൊടുക്കാവുന്ന മിസൈലുകൾ, റോക്കറ്റുകൾ, പീരങ്കികൾ, വിവിധ ഡ്രോണുകൾ എന്നിവ പരീക്ഷിച്ചു. പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം നിലനിൽക്കെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ പൗരന്മാരോട് ഇറാൻ വിടാൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. പരീക്ഷകളിൽ ഉൾപ്പെടെ മാറ്റം പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ആശങ്കയിലാണ്. അതേസമയം ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാർ സംബന്ധിച്ച ചർച്ച നാളെ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടക്കാനിരിക്കുകയുമാണ്. ഇതിനിടെ ഗൾഫ് മേഖലയിലേക്ക് വൻതോതിൽ സൈനിക വിമാനങ്ങളും യുദ്ധ ഉപകരണങ്ങളും എത്തിച്ച ഇറാനുമേൽ US-ഉം സമ്മർദ്ദം ശക്തമാക്കുകയാണ്. ഇതിന്റെ ഭാഗമായി യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടെ മേഖലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. നിർണായക ഉപകരണങ്ങളും സൈനികരുമുള്ള 9 ഭീമൻ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ മിഡിൽ ഈസ്റ്റിലെ US ബേസുകൾ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. F-22 റാപ്റ്റർ, F-35 യുദ്ധവിമാനങ്ങളും ബോംബറുകളും ബേസുകളിൽ വിന്യസിച്ചിട്ടുണ്ട്. ചർച്ചയിൽ US മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഉപരോധങ്ങളിൽ ഇളവ് നൽകുന്ന രീതിയിലുള്ള കരാറിലേക്ക് ഇറാനെ എത്തിക്കുക എന്നതാണ് US-ന്റെ ലക്ഷ്യം. ധാരണയായില്ലെങ്കിൽ വ്യോമാക്രമണം നടത്തും. വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ഇറാനും ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഇറാൻ ഭരണാധികാരികൾക്ക് തലവേദനയായി സംഘർഷം. ആണവ ചർച്ചകൾക്ക് ഒരുങ്ങുന്നതിനിടെ ഇറാൻ ആഭ്യന്തരമായി കടുത്ത വെല്ലുവിളികളാണ് നേരിടുന്നത്. 6 ആഴ്ച മുൻപ് നടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ ഓർമ്മ പുതുക്കി വിദ്യാർത്ഥികൾ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു. ടെഹ്റാനിലെ 5 സർവകലാശാലകളിലും മഷാദിലെ ഒരു സർവകലാശാലയിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഏകാധിപതിക്ക് മരണമെന്ന മുദ്രാവാക്യങ്ങളുമായി വിദ്യാർത്ഥികൾ ഭരണകൂടത്തിനെതിരെ രംഗത്തെത്തി. കഴിഞ്ഞ ജനുവരിയിൽ നടന്ന പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ഇറാൻ സൈന്യം നടത്തിയ നടപടികളിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായാണ് മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയുടെ കണക്ക് പ്രകാരം 7015 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇറാൻ സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് 3217 പേർ മരിച്ചുവെന്നാണ്. സുപ്രീം നേതാവ് അലി ഖമീനിയുടെ ഭരണത്തിന് കീഴിൽ നടന്ന ഏറ്റവും ക്രൂരമായ അടിച്ചമർത്തലാണിതെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. ഇന്റർനെറ്റ് നിയന്ത്രണങ്ങളും വിദേശ കോളുകൾക്കുള്ള നിരോധനവും കാരണം ഇറാനിലെ കൃത്യമായ മരണസംഖ്യ പുറത്തു കൊണ്ടുവരുന്നത് ദുഷ്കരമാണ്. 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ മാതൃകയിൽ 40 ദിവസത്തെ ദുഃഖാചരണത്തിന് ശേഷം വീണ്ടും പ്രക്ഷോഭങ്ങൾ ശക്തമാകുന്നത് ഇറാൻ ഭരണകൂടത്തെ പ്രതിരോധത്തിലുമാക്കിയിട്ടുണ്ട്. ആഭ്യന്തര സമ്മർദ്ദവും അന്താരാഷ്ട്ര ഉപരോധങ്ങളും ഒരുപോലെ നേരിടുന്ന ഇറാന് വ്യാഴാഴ്ചത്തെ ചർച്ചകൾ അതിനിർണായകമാണ്. ആണവ നയങ്ങൾക്ക് എതിരെയും പ്രക്ഷോഭകാരികളെ അടിച്ചമർത്തുന്നതിനെതിരെയും ഇറാനിലെ ജൻസികൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്. രാജ്യം അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ. പ്രധാന നഗരങ്ങളിലെ സർവകലാശാലകളിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പ്രതിഷേധവുമായി ഒത്തുകൂടിയത്. 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപുണ്ടായിരുന്ന രാജഭരണത്തിന്റെ പതാകകൾ ഉയർത്തിക്കാട്ടിയാണ് പ്രതിഷേധം. പലയിടങ്ങളിലും വിദ്യാർത്ഥികളും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. കരാറിന് തയ്യാർ. US-ഉമായി കരാറിലെത്തുന്നതിന് ആവശ്യമായ എന്ത് നടപടികളും സ്വീകരിക്കാൻ തയ്യാറെന്ന് ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി മജിദ് തഖ്ത് റാവഞ്ചി വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പുതിയ ഘട്ട ചർച്ചകൾക്ക് മുന്നോടിയായാണ് പ്രതികരണം. എന്നാൽ തങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ മേഖലയിലെ US താവളങ്ങൾ ആക്രമിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഥമ പരിഗണന നയതന്ത്രത്തിനാണെന്നും ആവശ്യമെങ്കിൽ ബലം പ്രയോഗിക്കാൻ അദ്ദേഹം തയ്യാറാണെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റും പറഞ്ഞു. യുറേനിയം സമ്പുഷ്ടീകരണം ആണവായുധ നിർമ്മാണത്തിലേക്കുള്ള വഴിയായാണ് US കാണുന്നത്. എന്നാൽ തങ്ങൾ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നില്ല എന്നാണ് ഇറാൻ പറയുന്നത്. സൈനിക വിന്യാസവും യുദ്ധഭീഷണി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമേൽ ശക്തമായ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. മിഡിൽ ഈസ്റ്റിൽ പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും വലിയ സൈനിക വിന്യാസമാണ് അമേരിക്ക ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാന് നേരെ പരിമിതമായ സൈനിക ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചർച്ചകളിൽ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ കൈമാറുന്നുണ്ടെങ്കിലും ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇറാൻ തയ്യാറാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ കാര്യത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രധാനമായും തർക്കം നിലനിൽക്കുന്നത്. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം. എന്നാൽ തങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ടെന്ന് ഇറാൻ വാദിക്കുന്നുണ്ട്.
ജൂൺ മാസത്തിൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണത്തിന് ശേഷം ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിയിട്ടില്ലെന്നാണ് അരാഗ്ചി അവകാശപ്പെടുന്നത്. എങ്കിലും ഇറാന്റെ മിസൈൽ ശേഷി മുൻപത്തേക്കാൾ മെച്ചപ്പെട്ട നിലയിലാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയുണ്ടായി.